ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൈ മെലഡിയുടെ ഒരു ബ്ലൈൻഡ് ബാഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൈ മെലഡിനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് ടാപ്പും ചെയ്തെടുത്തു. ഇനി മുകളിൽ ഫസ്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാണ്ട് അത് നമുക്ക് അതും കൂടി ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഗീവ് ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. മലക്കുട്ടീസ് ഒഫീഷ്യൽ, നഫീസ അഡൂർ, ലിറ്റിൽ ക്ലോത്ത്സ് എന്ന് പറയുന്നവരാണ്. ഇവരെ യൂട്യൂബ് കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലായിട്ടുള്ള വാട്സപ്പിൽ ഞാൻ ടാഗ് ചെയ്യാം. അതിലായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. എനിക്കൊരു ഹായ് ഓൺ കിട്ടാൻ മതി. ഞാൻ നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ച് തന്നാൽ ഞാൻ നിങ്ങൾക്കതിന് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളപ്പോൾ മാക്സിമം പറ്റുന്ന പോലെ ചെയ്തോളൂ. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൈൻഡ് ബാഗ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അത് പിന്നെ അത് വീട്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഇതൊക്കെ സൗണ്ട് വരുന്നത്. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം പ്ലീസ്. ഞാൻ പിന്നെ സ്ക്വിഷിക്ക് വേണ്ടിയിട്ട് മൈമലടിനൊന്ന് കുഞ്ഞതായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കണം ഫുള്ളായിട്ടൊന്ന്. അപ്പോൾ ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്ററൊക്കെ എടുത്തിട്ട് ഞാൻ ടാപ്പ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ സൗണ്ടൊക്കെയാണ് ഗൈസ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്കത് തോന്നും. അപ്പോൾ നമുക്കത് കൊണ്ട് വീടൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളുടെ ഇവിടെ കലോത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത് വീട്ടിൻ്റെ അകത്ത്. എനിക്ക് കലോത്സവമില്ല, ഞാൻ UP ആണ്, എൻ്റെ അനിയന് LP ആണ്. അതുകൊണ്ട് അവനക്ക് കലോത്സവം മറ്റന്നാളാണ്. അതുകൊണ്ട് അവനക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച അവന് കലോത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് അവന് പഠിക്കുകയാണ് ആക്ഷൻ സോങ്. അതുകൊണ്ട് അതിൻ്റെ ഒരു തെറ്റിലൊക്കെയാണത്. അപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിന് നമ്മളൊന്ന് പ്ലാസ്റ്ററിൽ ഫുള്ളായിട്ട് ഒന്ന് കവറപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തത് ലൈക്ക് ചെയ്യുക. അപ്പോൾ 800 ആകുമ്പോൾ അതിലൊരു ഗിവ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം 800 എത്തിക്കാൻ നോക്കുക. പിന്നെ എൻ്റെ ഒരു ബിഗ് ഫാനാണ് അമല കുട്ടിമേനു, അമല കുട്ടീസ് എന്ന് പറയുന്ന ഒഫീഷ്യൽ അവരാണ്. അവൾക്ക് തേർഡ് വിന്നറായിട്ടോ സെക്കൻഡ് വിന്നറായിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബിഗ് ഫാനാണ്. എനിക്ക് അവളാണ് ടോപ്പ് കമൻറ്റിൽ ശരിക്കും വരേണ്ടത്. പക്ഷേ ഞാൻ കുറിപ്പ് പോലെ കുറിയിട്ടിട്ടെടുത്തത് പോലെ എനിക്കതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോറി. അപ്പോൾ കുറേ മിണ്ടുന്നില്ല, എനിക്ക് പറ്റാറില്ല കേട്ടോ ഗൈസ്. എനിക്ക് ശ്വാസം കിട്ടാറില്ല. പിന്നെ ഒന്നാമത് വെള്ളം അപ്പാപ്പ് കുടിക്കേണ്ടി വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ കുറേ മിണ്ടൂല. ആ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ മിണ്ടാൽ കുറേ ഞാൻ കുറച്ചാകുമ്പോൾ നല്ല വൃത്തിയിൽ പോകും. പിന്നെ ഞാൻ എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ക്ഷമിക്കണം. എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മളതിനൊന്ന് ഇതേമാതിരി ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് സ്റ്റഫിങ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ബൊമ്പച്ചീൻ്റെ അകത്തുനിന്ന് കിട്ടിയ കുറച്ച് പന്നീസൊക്കെ എടുത്തതാ. ഇതാണ് പന്നി. നമ്മളിതിനെ സ്റ്റഫിങ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ടാപ്പ് ചെയ്തെടുക്കണം. എനിക്ക് കുറേ മിണ്ടാൻ പറ്റാറില്ല കേട്ടോ ഗൈസ്, സോറി. അതൊരു പ്രശ്നമാണെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ കിടന്നും മലന്നൊക്കെയാണ് ഈ ഒരു വോയിസ് ഓവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റഫിങ്സ് നമ്മൾ ടാപ്പ് എടുക്കാൻ വേണ്ടി പോകണം. ടാപ്പ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഒട്ടിപ്പിടിക്കട്ടെ എവിടെയെങ്കിലും പോയിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് മാക്സിമം നോക്കണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് സ്ക്വിഷിയുടെ. അപ്പോൾ നമ്മൾ അതിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ടാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടാപ്പ് അത് വെച്ച ശേഷം ഞാൻ അതിന് നല്ലവണ്ണം അമർത്തി തന്നെ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്തെടുത്ത് എന്താണെന്ന് വെച്ചാൽ
നമ്മളിങ്ങനെ എന്താ സ്ക്വിഷ് ഇങ്ങനെ അമർത്തുമല്ലോ, അപ്പോൾ അതൊന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ബ്ലൈൻഡ് ബാഗ് കൊറിയ, ചൈന, ആഫ്രിക്ക ആ ഒരു ഇതിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നാട്ടിലുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതാണ് ആ ഒരു ബ്ലൈൻഡ് ബാഗ് എന്താണെന്ന് പറഞ്ഞാൽ സ്ക്വിഷി. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ ഇതിനു വേണ്ടി പോകുന്നത് അൺകോമൺ, റെയർ, ലെജൻഡറി, എപ്പിക്, റെയർ, കോമൺ എന്നീ 5 എന്നാണ് എഴുതി കൊടുക്കുന്നുള്ളത്. 5ഓ 10ഓ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. പക്ഷെ നമുക്കറിയണം എത്ര എണ്ണം വേണം എന്നൊക്കെ അറിഞ്ഞ് നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ ചെയ്ത് ഇതിനെ ഒന്ന് വരച്ച ശേഷം ബ്ലാക്കിൽ ഞാൻ ഇത് ചെയ്യും, അതിലെഴുതി കൊടുക്കും കോമൺ, റെയർ, ലെജൻഡറി എന്നൊക്കെ. അപ്പം ഞാൻ റെഡ്, പച്ച അങ്ങനെ കുറച്ച് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞ, പർപ്പിൾ അങ്ങനത്തെ ഒക്കെ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് എഴുതുന്നത് കോമൺ ആണ്, പിന്നീട് എഴുതുന്നത് ലെജൻഡറി ആണ്, പിന്നീട് റെയർ. അപ്പം കോമൺ, റെയർ, അൺകോമൺ, ലെജൻഡറി, എപ്പിക് എന്നാണ് ഞാൻ എഴുതി കൊടുത്തിരുന്നത്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഈ ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് പേപ്പറിൽ, അതുകൊണ്ടാണ് ഇതാണ്. അപ്പോൾ നമ്മൾ മൈ മെലഡീനെ കണ്ടല്ലോ. അപ്പോൾ നമ്മളിനി സ്ക്വിഷിക്ക് വേണ്ടിയിട്ടൊരു കവറപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ക്വിഷിക്ക് നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 സൈസ് ഷീറ്റ് പേപ്പർ തന്നെയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി വായിലെ വെള്ളമൊക്കെ ഓറിപ്പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനൊരു മുമ്പ് സ്ക്വിഷിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്ത പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ പകുതി വന്ന പോർഷൻസ് ഞാൻ ആദ്യം എടുത്തു. അപ്പോൾ അതെടുത്തപ്പോഴാണ് ട്വിസ്റ്റ് ആയത്, കാരണം അതിലത് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ കട്ട് ചെയ്തെടുത്ത അതിനപ്പുറത്ത് വലിയ ഭാഗം ഉണ്ടല്ലോ അതെടുക്കാമെന്ന്. ഇപ്പം ഞാൻ മാറ്റി വെച്ചില്ലേ, അതാണ് ഞാൻ വീണ്ടും എടുത്തതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കേട്ടോ ഗൈസ്, ഇത് പിടിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു അറിവ് അറിഞ്ഞത് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതാക്കിയത് ശേഷം ഞാൻ ഈ ഒരു പേപ്പർ എടുത്ത ശേഷം കവറപ്പ് ചെയ്യുന്നുണ്ട്. കവറപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് കവറപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പദങ്ങൾ കവറപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കവറപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് ടാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കവറപ്പ് ചെയ്ത് കാണാം. അപ്പം ഞാൻ കവറപ്പ് ചെയ്തെടുത്തു. ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ശേഷം ചുറ്റിൽ കുഞ്ഞു ക്വസ്റ്റ്യൻ മാർക്കാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തെടുത്തു. ഇനി നമ്മൾക്കൊരു അതിനകത്ത് കിട്ടാവുന്ന എത്ര വാല്യുള്ള ഐറ്റമാണെന്ന് നമുക്കറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റെയർ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെയർ ഞാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ വലിയൊരു ഉണ്ടൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ചുവന്ന കളറ്. ഇനി ഞാൻ അതിനകത്ത് ചെയ്തെടുത്തു. ഇനി നമ്മൾ റെയർ എന്നൊക്കെ എഴുതി കൊടുത്തു. പിന്നീട് ഞാൻ യു ഗോട്ട് എന്നൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം അതിന് മടക്കി ബ്ലൈൻഡ് ബാഗിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മളതിന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ടാപ്പ് ചെയ്യുമ്പോഴൊക്കെ അവിടെയോടും ഒട്ടാൻ തന്നെ മാക്സിമം നോക്കണം. ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ച് നമുക്ക് പിന്നെ വലിച്ചെടുക്കാൻ നല്ല പാടാണ്. കണ്ടോ, ഇതേമാതിരിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ക്ഷമയോട് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി വന്ന ടാപ്പിൻ്റെ ഇത്. ഇപ്പം ഞാൻ പറഞ്ഞ സമയം നോക്കിയാൽ 7:20 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.